നമസ്കാരം. ഇന്ന് ഇതുവരെയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ കീർത്തന കേശവൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസത്തിനുള്ള കരട് പദ്ധതി മന്ത്രിസഭായോഗത്തിൽ അവതരിപ്പിച്ചു. പ്രത്യേക മന്ത്രിസഭായോഗത്തിൽ ചീഫ് സെക്രട്ടറിയാണ് കരട് പദ്ധതി അവതരിപ്പിച്ചത്. 26-ന് ചേരുന്ന മന്ത്രിസഭായോഗം പദ്ധതി ചർച്ച ചെയ്ത് അംഗീകരിക്കും. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്തൊക്കെയാണ് ഇന്നത്തെ പ്രത്യേക മന്ത്രിസഭായോഗത്തിലെടുത്ത തീരുമാനങ്ങൾ? കീർത്തന, ഇന്നത്തെ പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയുടെ കരട് രൂപത്തിൻ്റെ അവതരണമാണ് ഇന്ന് നടന്നത്. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിച്ചു. ഈ ടൗൺഷിപ്പിൽ ഭാഗമായി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത്, അവിടെ നിർമ്മിക്കുന്ന വീടുകളുടെ രൂപരേഖ എങ്ങനെ ആയിരിക്കണം, മറ്റ് സ്ഥലങ്ങളുടെ രൂപരേഖ എങ്ങനെയാക്കണം എന്നത് സംബന്ധിച്ചൊരു 3D ഇമേജ് അടക്കമുള്ള ഒരു പ്രസൻറ്റേഷനാണ് ഇന്ന് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ അവതരിപ്പിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രണ്ടിടത്തായിട്ടാണ് ടൗൺഷിപ്പുകൾ വരുന്നത്. ഒന്ന് കൽപ്പറ്റയിലെ എൽഷൻ എസ്റ്റേറ്റിലും മറ്റൊന്ന് മേപ്പാടിയിലെ നെടുമ്പോല എസ്റ്റേറ്റിലും. ഇവിടങ്ങളിൽ 2 ടൗൺഷിപ്പുകൾ കൂടി വീതമാണ് വരാൻ പോകുന്നത്. 1000 സ്ക്വയർ ഫീറ്റ് വീതമുള്ള വീടുകളാണ് നിർമ്മിച്ചു നൽകാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത്. ആ വീടുകൾക്ക് മുകളിലേക്ക് പിന്നീട് വേണമെങ്കിൽ നിർമ്മാണം നടത്താൻ ഉതകുന്ന തരത്തിലുള്ള ഒരു വീടുകളായിരിക്കും നിർമ്മിക്കുക. 1000 സ്ക്വയർ ഫീറ്റ് സർക്കാർ നിർമ്മിച്ചു നൽകും. പിന്നീട് വേണമെങ്കിൽ ഗുണഭോക്താക്കൾക്ക് മുകളിലേക്കും മറ്റും കെട്ടാൻ സൗകര്യത്തിലുള്ള നിർമ്മാണത്തിലുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ആയിരിക്കും വീടുകൾ നിർമ്മിക്കുക. ഈ ടൗൺഷിപ്പുകളിൽ വീടുകൾ കൂടാതെ കളിസ്ഥലം, ഒപ്പം തന്നെ ആശുപത്രി അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയായിരിക്കും ഈ ടൗൺഷിപ്പ് നിർമ്മിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു പദ്ധതി രൂപരേഖ അവതരിപ്പിച്ചു. ഇന്ന് മന്ത്രിമാരുടെ അറിവിലേക്ക് വേണ്ടിയാണ് കരട് പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ അവതരിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട സൂക്ഷ്മതലത്തിലുള്ള കാര്യങ്ങളടക്കം സർക്കാരിൽ നിന്നുണ്ടാകേണ്ട തീരുമാനങ്ങളുണ്ട്. ഏതാണ്ട് 15-ലേറെ തീരുമാനങ്ങൾ സർക്കാരിൽ നിന്ന് വരേണ്ടതുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ അടുത്ത മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്ത് തീരുമാനിക്കും. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ 26-നാണ് ചേരുന്നത്. അതിൽ തന്നെ ഈ പ്രസന്റേഷൻ കൂടി നടത്തിയാൽ അത് സമയം നീണ്ടുപോകും എന്നതുകൊണ്ടാണ് ഇന്ന് പ്രത്യേകമായി മന്ത്രിസഭാ യോഗം ഓൺലൈനായി ചേർന്ന ഈ പ്രസന്റേഷൻ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ നടത്തിയതെന്നാണ് മന്ത്രിമാരിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. നേരത്തെ ഗുണഭോക്തൃ പട്ടികയുമായി ബന്ധപ്പെട്ടുണ്ടായ പിശകുകൾ അടിയന്തരമായി തിരുത്തും. അത് സാങ്കേതികമായിട്ടുണ്ടായ ചില പ്രശ്നങ്ങൾ മാത്രമാണ്, അതൊരു കാര്യമായ പിഴവല്ല. ആ പിഴവുകളെല്ലാം പെട്ടെന്ന് തന്നെ തിരുത്തും. മറ്റു പരാതികൾ എന്തുണ്ടെങ്കിലും 15 പ്രവൃത്തി ദിവസത്തിനകം പരാതി നൽകാനുള്ള സംവിധാനവും ഗുണഭോക്താക്കൾക്ക് നൽകും. അത്തരത്തിലുള്ള തീരുമാനങ്ങളും നേരത്തെ തന്നെ കൈക്കൊണ്ടിട്ടുണ്ട്. അത് രാവിലെ തന്നെ റവന്യൂ മന്ത്രി കെ രാജൻ 24-നോട് വിശദീകരിച്ചതുമാണ്. ശ്രീ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിന് വഴിവെച്ചതാണ് ഈ കരട് ഗുണഭോക്തൃ പട്ടികയുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ. ഇപ്പോൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗം ആ വിഷയത്തെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്തതിൽ എന്ത് തിരുത്തലുകൾ വരുത്താനാണ് ഉദ്ദേശിക്കുന്നത്? കീർത്തന, ഗുണഭോക്തൃ പട്ടികയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പരാതികളിൽ ചില സാങ്കേതിക പിഴവുകളുണ്ട് എന്ന കാര്യം ശരിയാണ്. എന്നാൽ മറ്റു ചില കാര്യങ്ങൾ തെറ്റിദ്ധാരണ മൂലം സംഭവിച്ചതാണ് എന്നാണ് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഇരട്ടിപ്പിൻ്റെ കാര്യത്തിൽ അത് സാങ്കേതികമായി വന്ന പിഴവാണ്. ഗുണഭോക്തൃ ഈ പട്ടിക തയ്യാറാക്കിയതിൽ 2 ഘട്ടമായിട്ടാണ് വീടുകൾ വെച്ച് നിർമ്മിച്ച് നൽകുന്നത് എന്ന തരത്തിൽ ആളുകൾ ധരിച്ചിരിക്കുന്നത് തെറ്റായ ധാരണയാണ്. അങ്ങനെയല്ല സർക്കാർ ഉദ്ദേശിക്കുന്നത്. ആദ്യ ഘട്ടത്തിൽ പേരുകൾ പ്രഖ്യാപിച്ചതു എന്നല്ലാതെ മറ്റ് ഈ 2 ഘട്ടമായി പ്രതിവാസം നടത്താനുള്ള രീതിയല്ല സർക്കാർ അവലംബിക്കുന്നത്. അത് ജനങ്ങൾക്ക് ഈ ദുരന്തബാധിതർക്ക് എങ്ങനെയുണ്ടായ തെറ്റിദ്ധാരണയാണ് എന്നാണ് സർക്കാർ പറയുന്നത്. എന്തായാലും ഗുണഭോക്തൃ പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപാകതകളും തിരുത്തും. കുറ്റമറ്റ രീതിയിൽ പട്ടിക വീണ്ടും പ്രസിദ്ധീകരിക്കും. ഏതെങ്കിലും കാര്യത്തിൽ ഗുണഭോക്താക്കൾക്ക് അവിടെ ദുരന്തബാധിതർക്ക് പരാതി ഉണ്ടെങ്കിൽ 15 പ്രവൃത്തി ദിവസത്തിനകം പരാതി ബന്ധപ്പെട്ട സർക്കാർ ഓഫീസുകളിൽ നൽകാൻ കഴിയും. അതനുസരിച്ചുള്ള വളരെ അടിയന്തരമായ നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ആ തീരുമാനമാണ് റവന്യൂ വകുപ്പും മറ്റും ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. കീർത്തന. ശരി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസത്തിനുള്ള കരട് പദ്ധതി മന്ത്രിസഭായോഗത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. വിവരങ്ങളാണ് ശ്രീജിത്ത് നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ക്രിസ്മസിനോടനുബന്ധിച്ച് ദേവാലയ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹി നഗരത്തിലെ സേക്രഡ് ഹാർട്ട് ദേവാലയം നാളെ വൈകിട്ട് പ്രധാനമന്ത്രി സന്ദർശിക്കും. CBCIയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ബൽറാം, നാളെ എപ്പോഴാണ് പ്രധാനമന്ത്രിയുടെ ദേവാലയ സന്ദർശനം? ഒപ്പം മറ്റു പരിപാടികളുണ്ടോ? കീർത്തന, നാളെ വൈകിട്ട് 6 മണിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ ഗോൾഡഖാനയിലെ സേക്രഡ് ഹാർട്ട് ദേവാലയം സന്ദർശിക്കുക. ക്രിസ്മസിനോടനുബന്ധിച്ച് CBSEയുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചാണ് പ്രധാനമന്ത്രി ഈ ദേവാലയം സന്ദർശിക്കുന്നത്. 2022 ഈസ്റ്റർ ദിനത്തിൽ പ്രധാനമന്ത്രി ഈ ദേവാലയം സന്ദർശിക്കുകയും മത മേധാവികളുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു.
ഒപ്പം തന്നെ ഇത്തവണ എന്നാൽ CBCIയുടെ പ്രത്യേക ക്ഷണം അനുസരിച്ചാണ് സന്ദർശനം എന്നതുകൊണ്ട് തന്നെ CBCIയുടെ ഉന്നതരുമായും ഒപ്പം തന്നെ മറ്റ് മത മേധാവികളുമായും അദ്ദേഹം ചർച്ച നടത്തുന്നുണ്ട് CBSEയുടെ ഹാളിൽ വെച്ച് ഈ സന്ദർശനത്തോട് അനുബന്ധിച്ച്. കൂടാതെ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയും ക്രിസ്മസ് ദിനത്തിൽ ഈ സെക്രട്ടേറിയറ്റ് ദേവാലയം അടക്കമുള്ള ക്രിസ്ത്യൻ ദേവാലയങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. ഡൽഹിയിലെ ഏറ്റവും പ്രസിദ്ധമായ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ ഒന്നാണ് സെക്രട്ടേറിയറ്റ് ദേവാലയം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, മുൻ പ്രധാനമന്ത്രിമാരായ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി അടക്കമുള്ളവർ സന്ദർശനം നടത്തിയിട്ടുണ്ട്. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും ഈ ദേവാലയത്തിൽ സന്ദർശിച്ചിരുന്നു. BJPയോട് അടുക്കാനുള്ള BJPയോട് ക്രിസ്ത്യൻ വിഭാഗത്തോട് അടുക്കാനുള്ള നീക്കത്തിന്റെ തുടർച്ചയായാണ് ഈ സന്ദർശനം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഇത്തവണ CBCയുടെ ക്ഷണം സ്വീകരിച്ചാണ് പ്രധാനമന്ത്രി ദേവാലയം സന്ദർശിക്കുന്നത്. ശരി, ക്രിസ്മസിനോടനുബന്ധിച്ച് ദേവാലയ സന്ദർശനത്തിന് ഒരുങ്ങുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. CPIM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രന് വിമർശനം. മേയർക്ക് ധിക്കാരവും ധാർഷ്ട്യവുമെന്ന് പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും വിമർശനമുണ്ട്. ചർച്ചയിലെ വിമർശനങ്ങൾക്ക് ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും മറുപടി പറയും. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ജില്ലാ സമ്മേളനത്തിൽ പരക്കെ വിമർശനങ്ങളാണല്ലോ ഉയരുന്നത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? കീർത്തന, CPIM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ പൊതുചർച്ച ഉച്ചയോടുകൂടി പൂർത്തിയായി. സർക്കാരിലെ പ്രധാനപ്പെട്ട വകുപ്പുകളായ ആഭ്യന്തരം, ധനം, തദ്ദേശഭരണം, ആരോഗ്യം തുടങ്ങിയ വകുപ്പുകൾക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് നടന്നത്. ഒപ്പം തന്നെ തിരുവനന്തപുരം നഗരസഭയ്ക്കെതിരെ വിമർശനമുണ്ടായി. പോലീസുമായി ബന്ധപ്പെട്ട വിമർശനത്തിനിടയിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ പരിഹാസ പരാമർശങ്ങളും ഉണ്ടായി. MV ഗോവിന്ദന്റെ വൈരുദ്ധ്യാത്മീയ ഭൗതികവാദം നേരിട്ടറിയണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകണം, അപ്പോഴറിയാം അതിൻ്റെ അർത്ഥമെന്നായിരുന്നു ഒരു വനിതാ പ്രതിനിധി ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പരിഹസിച്ചത്. പോലീസിൽ നിന്ന് ഇരകൾക്ക് നീതി കിട്ടുന്നില്ല, സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കേസുകൾ കർശന നടപടി ഉണ്ടാകുന്നില്ല തുടങ്ങിയ വിമർശനങ്ങൾ ഉയർന്നു. നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രന് തികഞ്ഞ ധിക്കാരവും ധാർഷ്ട്യവുമാണെന്നാണ് എല്ലാ ഏരിയയിൽ നിന്നുള്ള പ്രതിനിധികളും ഒറ്റക്കെട്ടായി വിമർശിച്ചത്. നഗരസഭയ്ക്ക് ദേശീയ അന്തർദേശീയ അവാർഡുകൾ പലതും കിട്ടുന്നുണ്ട്, എന്നാൽ ജനങ്ങളുടെ അവാർഡാണ് പ്രധാനം. ആ അവാർഡ് നേടുന്നതിൽ മേയർ തികഞ്ഞ പരാജയമാണെന്ന വിമർശനമാണ് ഉന്നയിച്ചത്. SFI അക്രമകാരികളുടെ ഒരു സംഘമായി മാറിയിരിക്കുന്നുവെന്ന വിമർശനവും ഉണ്ടായി. യൂണിവേഴ്സിറ്റി കോളേജിലെ സമകാലിക അക്രമ സംഭവങ്ങൾ പരാമർശിച്ചുകൊണ്ടാണ് പ്രതിനിധികൾ ഈ വിമർശനം ഉന്നയിച്ചത്. ഒരു കാലത്ത് സമരസംഘടനയായി മാറിയിരുന്ന DYFI ഇപ്പോൾ ചാരിറ്റി സംഘടനയായി മാറിയെന്നും ഉള്ള പരിഹാസവും ഇന്നത്തെ പ്രതിനിധികൾ ചർച്ചയിൽ ഉന്നയിച്ചു. ഇപ്പോൾ ചർച്ചയ്ക്ക് മറുപടി പറയുന്ന നടപടിയാണ് ജില്ലാ സമ്മേളനത്തിൽ നടക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി മറുപടി പൂർത്തിയാകും. നാളെയാണ് പുതിയ ജില്ലാ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ്. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. തിരികെ വാർത്തകളിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കുവൈറ്റിന്റെ വിശിഷ്ട മെഡൽ. കുവൈറ്റ് അമീറാണ് മുബാറക് അൽ കബീർ മെഡൽ പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചത്. രാജ്യത്തിന് കിട്ടിയ ആദരമെന്നാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. जो शीर्ष नेतृत्व है प्रधानमंत्री नरेंद्र मोदी के रूप में, उसकी मजबूती है जो यहाँ पर दिखाई दे रही है इस കിരീടാവകാശിയുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. വിനീത ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിനീത, കുവൈറ്റിന്റെ വിശിഷ്ട മെഡൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം കുവൈറ്റ് അമീറുമായുള്ള കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ചയായത്? കീർത്തന സൂചിപ്പിച്ചതുപോലെ തന്നെ കുവൈറ്റിന്റെ വിശിഷ്ട മെഡലാണ് പ്രധാനമന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. അത് രാജ്യത്തിന് ലഭിച്ച ആദരമെന്നാണ് പ്രധാനമന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്. മുബാറക് അൽ കബീർ മെഡലാണ് മോദിക്ക് സമ്മാനിച്ചിരിക്കുന്നത്. കുവൈറ്റ് അമീറാണ് ഈ മെഡൽ പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ഇന്ത്യക്ക് ലഭിച്ച ആദരമെന്നാണ് പ്രധാനമന്ത്രി അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ കുവൈറ്റ് അമീറുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. 2 ദിവസത്തെ സന്ദർശനമായിരുന്നു പ്രധാനമന്ത്രിക്ക് കുവൈറ്റിലുണ്ടായിരുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ ചില ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പിട്ടതായാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഊർജ്ജം, സഹകരണം ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു. തുടർന്നാണ് ഈ ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചത്. ഇന്ത്യയിൽ നിന്നുള്ള പൗരന്മാരെയും, കുവൈറ്റിലെ ഇന്ത്യൻ പൗരന്മാരെയും മോദി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അവരുമായി സംവദിച്ചിട്ടുണ്ടായിരുന്നു. ലേബർ ക്യാമ്പിലെത്തിയ മോദി അവിടെ തൊഴിലാളികളുമൊക്കെയായി ചേർന്ന് ലഘുഭക്ഷണവും ഒക്കെ കഴിച്ചാണ് അവിടെ നിന്ന് മടങ്ങിയത്. അതിനുശേഷമായിരുന്നു ഈ കൂടിക്കാഴ്ചയുള്ളത്. വൈകിട്ട് 6 മണിയോടുകൂടി അദ്ദേഹം തിരിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. കീർത്തന. ശരി, വിനീത വിജിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കുപ്രസിദ്ധ ഗുണ്ടയും UAPA കേസുകളിലെ പ്രതിയുമായ യുവാവ് പിടിയിൽ. മലപ്പുറം പെരുമ്പടപ്പ് താന്നിത്തുറക്കൽ വീട്ടിൽ ഷംനാദിനെയാണ് ഭീകരവിരുദ്ധ സേനയുടെ സഹായത്തോടെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തത്. ഉത്തർപ്രദേശിലെ നേപ്പാൾ അതിർത്തിയിൽ വെച്ചാണ് പിടികൂടിയത്. വിവരങ്ങളുമായി സൂരജ് സജ്ജീകരണമുണ്ട്. സൂരജ്, വിശദാംശങ്ങൾ.
കീർത്തന വധശ്രമം ഉൾപ്പെടെ 22 കേസുകളിലെ പ്രതിയായ ഷംനാദിനെയാണ് ഈ കേരള പോലീസും അതുപോലെ തന്നെ ടെററിസ്റ്റ് ആന്റി സ്ക്വാഡും ചേർന്ന് പിടികൂടിയത്. നേപ്പാൾ അതിർത്തിയിലൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പ്രതി പിടിയിലായത് എന്നുള്ളതാണ് പോലീസ് തന്നെ വ്യക്തമാക്കുന്നത്. UAPA കേസുകളടക്കം നിരവധി കേസുകളിൽ പ്രതിയായിരുന്നു. 2023 ഓഗസ്റ്റ് 17-ന് വെളിയങ്കോട് സ്വദേശിയായ മുഹമ്മദ് ഫയാസിനെ വധിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ തൃശൂർ വടക്കേക്കാട് പ്രതിക്കെതിരെ ഒരു കേസുണ്ടായിരുന്നു. ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം ഒളിവിൽ പോവുകയായിരുന്നു. ഈ നേപ്പാൾ അതിർത്തിയിൽ ഉൾപ്പെടെ ഇന്ത്യയിലും നേപ്പാളിലുമായി മാറി മാറി ഒളിവിൽ താമസിച്ചു വരികയായിരുന്നു. ഇതിനിടയിലാണ് ഈ പോലീസിന് രഹസ്യവിവരം ലഭിക്കുന്നതും അതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലുമാണ് ഈ പ്രതി പിടിയിലായിരിക്കുന്നത്. പ്രതിയുടെ തീവ്രവാദ ബന്ധമടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. തടിയന്റെ നസീർ ഉൾപ്പെടെയുള്ള തീവ്രവാദ ശൃംഖലയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളാണ് പ്രതി. അതുകൊണ്ട് തന്നെ ഈ പ്രതിക്ക് ഒളിവിൽ കഴിയാൻ സഹായം നൽകിയത് ആര് എന്നത് സംബന്ധിച്ച് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് ഇതിനോടകം തന്നെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കീർത്തന. ശരി, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കോന്നി സ്വാമിപ്പടിയിൽ കാറുകൾ കൂട്ടിയിടിച്ചു. 2 വാഹനങ്ങളിലുള്ളവർക്കും നിസാര പരിക്കേറ്റു. വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എങ്ങനെയാണ് അപകടമുണ്ടായത്? കീർത്തന, ശിവഗിരി തീർത്ഥാടനത്തിന് പോയ ആളുകളുടെ വാഹനവും ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ആളുകളുടെ വാഹനവും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ഏതാണ്ട് ഒരു 10ഓളം പേർക്ക് പരിക്കുന്ന ഒരു പ്രാഥമിക വിവരം മാത്രമാണുള്ളത്. ഉച്ചയ്ക്ക് 3 മണിയോട് കൂടിയായിരുന്നു അപകടം. പക്ഷേ ഇവരാരുടെയും പരിക്ക് നിസ്സാരമായ പരിക്ക്, കാര്യമായ പരിക്കുകൾ ഏറ്റിട്ടില്ല. പക്ഷേ വാഹനങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഇവർക്ക് കാര്യമായ പരിക്കില്ല. എന്തായാലും പുനലൂർ മൂവാറ്റുപുഴ പാതയിലെ പരിശോധനകൾ ഒരു ഭാഗത്ത് തുടരുമ്പോഴും അപകടങ്ങളും ഒരു ഭാഗത്ത് തുടരുകയും ആളുകൾക്ക് മറ്റു സംഭവിച്ചില്ല. ശരി, പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലാണ് കോന്നി സ്വാമിപ്പടിയിൽ കാറുകൾ കൂട്ടിയിടിച്ച് കാറിലുണ്ടായിരുന്നവർക്ക് നിസ്സാര പരിക്കേറ്റത്. ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. തിരികെ വാർത്തകളിലേക്ക്. കണ്ണൂരിൽ പരോളിലിറങ്ങിയ കൊലക്കേസ് പ്രതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. CPIM പ്രവർത്തകനായ വിനീഷാണ് മരിച്ചത്. ഇരിട്ടിയിലെ NTF പ്രവർത്തകൻ സൈനുദ്ദീനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ്. അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹത ആരോപിക്കുന്നുണ്ടോ? പോലീസ് പറയുന്നത് എന്താണ്? കീർത്തന, പരോളിൽ ഇറങ്ങിയ കൊലക്കേസ് പ്രതിയായതുകൊണ്ട് തന്നെ പോലീസ് ഇതിൽ ഒരു വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് വിനീഷിനെ പയഞ്ചേരി മുക്കിലെ ഒരു വായനശാലയ്ക്ക് സമീപമുള്ള ഒരു വാടക വീട്ടിൽ ഇത്തരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അവിടുത്തെ അയൽവാസികളാണ് ഇത് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് പോലീസിനെ വിവരമറിയിച്ചു. 2 ആഴ്ച മുമ്പാണ് വിനീഷ് പരോളിലിറങ്ങിയത്. ഇരിട്ടിയിലെ NDF പ്രവർത്തകനായിരുന്ന സൈനുദ്ദീനെ കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന പ്രതിയാണ് വിനീഷ്. പരോളിലിറങ്ങി നാളെ പരോൾ കാലാവധി കഴിഞ്ഞ് തിരിച്ച് ജയിലിലേക്ക് പോകേണ്ടതാണ്. അതിനിടെയാണ് ഇത്തരമൊരു മരണം സംഭവിച്ചിട്ടുള്ളത്. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹത ഇതിൽ പോലീസ് പറയുന്നില്ല. പക്ഷേ ഇതിൽ കൂടുതൽ ശാസ്ത്രീയമായ വിശദമായ അന്വേഷണത്തിലേക്ക് എന്തായാലും ഇരിട്ടി പോലീസ് കടന്നിട്ടുണ്ട്. ശരി, പരോളിലിറങ്ങിയ കൊലക്കേസ് പ്രതിയെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. പരിശീലകൻ മിഖായിൽ സ്റ്റാറയെ പുറത്താക്കിയതിനു ശേഷമുള്ള ആദ്യ മത്സരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും. രാത്രി 7:30 കല്ലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് ആണ് എതിരാളികൾ. ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ നടപടികൾക്കെതിരെ മത്സരത്തിനിടെ പ്രതിഷേധം അറിയിക്കാൻ ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പടയും തീരുമാനിച്ചിട്ടുണ്ട്. അനിൽ വാസുദേവ് ചേരുന്നുണ്ട് കൊച്ചി കല്ലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന്. അനിൽ, ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? കീർത്തന, തുടർത്തോൽവികളിൽ നിന്ന് കരകയറാനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത്. നിലവിൽ 12 മത്സരങ്ങളിൽ 7 തോറ്റ് 11 പോയിന്റോടെ 11ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ്. അവസാന 3 മത്സരങ്ങളിലും തോൽവിയായിരുന്നു ഫലം. ഇനിയും ജയിച്ചില്ലെങ്കിൽ ഇത്തവണത്തെ പ്ലേ ഓഫ് സാധ്യതകൾ പോലും തുലാസിലാവും എന്ന അവസ്ഥയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. പരിശീലകൻ മിഖായേൽ സ്റ്റാറയെ പുറത്താക്കിയതിന് ശേഷമുള്ള ആദ്യ മത്സരം എന്ന പ്രത്യേകത കൂടിയുണ്ട്. ദയനീയ പ്രകടനത്തിന് പിന്നാലെയാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് മിഖായേൽ സ്റ്റാറയെ പുറത്താക്കിയത്. പക്ഷേ കോച്ചിനെ പുറത്താക്കിയത് കൊണ്ട് കാര്യമില്ല. തുടക്കം മുതൽ പറയുന്നത് പോലെ നല്ല ടീം ഇല്ലാത്തതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രശ്നം. അത് മാറണം. എന്നാൽ മാത്രമേ ടീമിന് രക്ഷയുള്ളൂ എന്നതാണ് മഞ്ഞപ്പടയടക്കമുള്ള ആരാധകർ പറയുന്നു. എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ മുഹമ്മദൻ സ്പോർട്ടിങ്ങിനെ തോൽപ്പിച്ചുകൊണ്ട് തിരിച്ചു വരാമെന്ന പ്രതീക്ഷയിലാണ് അവരുള്ളത്. ചില ആരാധകരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാൻ തോന്നുന്നു. വലിയ തോൽവി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്ലേ ഓഫ് സാധ്യത പോലും തുലാസിരിക്കുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് കോച്ചിനെ പുറത്താക്കിയത്. കോച്ചിനെ മാറ്റിയതുകൊണ്ട് രക്ഷപ്പെടുമോ? കോച്ചിനെ മാറ്റിയത് കൊണ്ട് രക്ഷപ്പെടുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. പക്ഷെ മഞ്ഞപ്പട എന്ന് പറയുമ്പോൾ, അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ കളി ആരാധകർ ഉറ്റുനോക്കുന്നത് വേറൊരു ലെവലിലാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇത്രയും പ്രശ്നങ്ങൾ ഈ ടീം നേരിടുമ്പോഴും ഇത്രയും ആരാധകർ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് ഉള്ളിലൊരു പ്രതീക്ഷയാണ്.
എല്ലാ കളിയും ബ്ലാസ്റ്റേഴ്സ് ജയിക്കണമെന്നുള്ള ഒരു അതിയായ ആഗ്രഹത്തോടു കൂടിയാണ് എല്ലാവരും കളി കാണാനായിട്ട് വരുന്നത്. ഈ ഒരു വികാരം അത് മാനേജ്മെന്റ് ഉൾക്കൊള്ളുന്നില്ല. അവിടെ ഒരു സങ്കടം ഞങ്ങളെ എല്ലാ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്കും ഉണ്ട്. അത് ഇന്ന് അതുപോലെ തന്നെ പറയുന്നത്, അതായത് നിങ്ങൾ നിശബ്ദരായിരിക്കും, അത്തരം പ്രതിഷേധങ്ങളിലേക്ക് പോകുമെന്നാണ്. ഒരുപക്ഷെ ഭൂരിഭാഗവും അങ്ങനെ തന്നെ ആകാനാണ് സാധ്യത. എന്നാലും ഫസ്റ്റ് ഒരു ഗോളൊക്കെ നമ്മൾ അടിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസം സംഭവിച്ചേക്കാം. പറഞ്ഞതാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ മഞ്ഞപ്പട പറയുന്നത് ഇന്ന് നിശബ്ദരായിരിക്കും, ചാൻസോ ഡ്രംസോ അല്ലെങ്കിൽ മറ്റ്. ശരി, എന്തായാലും ഇന്നത്തെ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നിർണായകമാണ്. ഉറ്റുനോക്കുകയാണ് ആരാധകർ. അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത്. നോക്കാം ഇനി ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഇന്ന് ഇതുവരെ പൂർണ്ണമാവുകയാണ്.